വർഷവും 2 പുരസ്കാരങ്ങളാണ് നൽകി വരുന്നത്. നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന, അമച്ചർ നാടകത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നാടക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാന്ത ചേച്ചിയോടെ ഇഷ്ടപ്പെട്ട് നൽകുന്ന പുരസ്കാരങ്ങളാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് കണ്ടെത്തിക്കൊണ്ട്. എല്ലാ വർഷം ജനുവരി ആദ്യത്തിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ ഒരു പുരസ്കാരവും, ഇങ്ങനെ ജൂലൈ മാസം 1-ാം തീയതി ഗംഗാൻ നായർ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരവും നൽകി വരുന്നത്. ഇത് ഗംഗാൻ സാറിൻ്റെ പേരിൽ 4ാമത്തെ പുരസ്കാരമാണ്. ആദ്യ പുരസ്കാരം നാഷണൽ നാടക സംവിധായകൻ ലോകപ്രശസ്ത തിയേറ്റർ മേഖല രംഗത്ത് പ്രവർത്തിക്കുന്ന കുമാരവർമ്മ സാറിനായിരുന്നു ആദ്യ പുരസ്കാരം നൽകിയത്. പിന്നീട് ശ്രീജ ആലങ്കോട്ടേക്ക് നൽകി. 3ാമത്തെ പുരസ്കാരം പത്മശ്രീ വിവിധാസേത്തിനായിരുന്നു. ഈ 4ാമത്തെ പുരസ്കാരമാണ് ഗണേശ മാഷിനെ കൊടുക്കുന്നത്. അതുപോലെ ഗംഗാൻ സാറിൻ്റെ ശങ്കർ സാറിൻ്റെ പേര് പുരസ്കാരം കിട്ടിയ വർഗീസ് മാഷൊക്കെ അവിടെ ആ പുരസ്കാരം ലഭിച്ച ആളാണ്, വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായും നാടകരംഗത്തുള്ള ആളുകളെ കണ്ടെത്തിക്കുന്ന, നാടകരംഗം മാത്രമല്ല കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഒരു വർഷം കാഞ്ചി താല്പര്യം എടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നൽകുന്ന ഒരു സ്നേഹം കൂടിയാണ് ഈ പുരസ്കാരങ്ങളൊക്കെ. എല്ലാ കൊല്ലവും ലോക നാടക ദിനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനം നടത്തി വരുന്നത്. ലോക നാടക ദിനത്തിൽ നമ്മൾ നാടകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികൾക്കോ അവർക്കോ എല്ലാം കിട്ടട്ടെ എന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം, നാടകക്കാർക്ക് എന്തെങ്കിലും ഒരു നാടകം അവതരിപ്പിക്കാൻ എല്ലാ ചെലവും അനുസരിച്ച് എടുത്ത് ചെയ്യാറുണ്ട്. സംഗീത നാടക അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും ഗുരുവായൂർ ചലച്ചിത്ര പഠനകേന്ദ്രത്തിലൊക്കെ ഒരുപാട് എൻഡോമെൻ്റ് പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നൊരു സമയമാണ്. അത് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, ഏറ്റവും ഇതിനും അമച്ചർ നാടകരംഗത്താണ് നാടകരംഗം പറഞ്ഞു വരുന്നവർ ചിലപ്പോഴും ഒരു ആൾക്കാരുടെ രീതിയിൽ കൂടെ പ്രോത്സാഹനം നൽകി വരണം. മറ്റൊരു പ്രോത്സാഹനം ഒരുപാട് മേഖലകളുണ്ട് അമച്ചർ നാടകത്തിൽ പ്രവർത്തിക്കുന്ന. പിന്നീട് നാടകരംഗത്തല്ലാതെയും മണൽ കൊടുക്കാമെന്ന തീരുമാനം വന്നു. പത്മശ്രീ വികാസത്തിലൂടെ അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകി വരുന്നത്. അങ്ങനെ 4ാമത് പുരസ്കാരമാണ് ചെറിയ ഡോക്ടർ ജയകുമാർ നായർ സ്മാരക സമിതിയുടെ 4ാമത് നാടക പുരസ്കാരമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒപ്പം തന്നെ അനന്തം അജ്ഞാതമാവുന്ന എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ട്. കാഞ്ചി വളരെ ആഗ്രഹിച്ച ഈ ദിവസം തന്നെ ഈ പ്രകാശനം നടത്തണം എന്ന ആഗ്രഹത്തോടെ ചെയ്തു വന്നതാണ്. തിരുച്ചെങ്കയും ബുക്സൈനോടൊപ്പം ചേർന്നുകൊണ്ട് കൃത്യമായി ഇന്ന് തന്നെ അത് വളരെ വേഗത്തിലാക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രകാശനമുണ്ട്. ഇപ്പം തന്നെ ഗോഡ്വിൽ എന്നൊരു കുട്ടിയെ ഇത്തരമൊരു ഞാൻ മാതൃഭൂമിയിൽ നിന്ന് വെച്ചതാണ് ഈ ഗോഡ്വിനെ കാണിച്ചത്. ഗണേഷൻ്റെ ക്യാബിൽ വെച്ച് കാണുന്നൊരു കുട്ടിയാണ്. കൃത്യമായി വളരെ സത്യസന്ധതയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഗണേഷോ ഈ ഗോഡ്വിൽ തന്നെ തിരിച്ച് പറയും ആത്മാർത്ഥമായി. 5ാം വയസ്സ് മുതൽ പഠനത്തോടൊപ്പം തന്നെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴും സ്കൂളിൽ കോളേജ് വിട്ട് വന്നാൽ ഉറക്കം വരുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പറയാം. എപ്പോഴൊന്നും ഉറക്കം വരുന്നവർ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ്. ഇന്ന് വരെ സ്വന്തം പൈസ കൊണ്ട് പഠിച്ചു വരുന്നു. ഒരുപാട് കാരുണ്യ പൈസക്കെല്ലാം ഓട്ടം ഓടുന്ന സമയത്തിന് കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ സഹായിക്കുന്നവരൊക്കെയുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പെട്ടുപോയി പോലീസ് കേസും ഒക്കെ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് മനുഷ്യത്തിൻ്റെ നന്മകളുള്ളൊരു കഥ പറഞ്ഞപ്പോൾ പത്രവാർത്ത വായിച്ചപ്പോൾ കാഞ്ചേച്ചി പറയാൻ ഞാൻ കൊടുക്കാം ആ കുട്ടിക്ക് ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ വന്ന ഒരു ഓട്ടോറിക്ഷ ലാപ്ടോപ്പ് കളഞ്ഞ് കിട്ടി. ആ ലാപ്ടോപ്പുമായി